ഹലോ, എ വെരി വോം വെൽക്കം. നമ്മളിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെം BA-BSc കുട്ടികളുടെ ഗദ്യതാര എന്ന ടെക്സ്റ്റിലെ സോന ഹിർണി എന്ന മഹാദേവി വർമ്മ എഴുതിയ രേഖാചിത്രമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യം എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ, 10 मार्क्स क्वेश्चन. सोना हिरनी का सारांश लिखिए. महादेवी वर्मा जी की एक काफ़ी മർമ്മസ്പർശി രേഖാചിത്ര ഹെ സോന ഹിർണി. സോന ഹിർണി എന്ന് ഓർക്കുമ്പം തന്നെ അതിൻ്റെ ഫോം ഓഫ് ലിറ്ററേച്ചർ, അതെന്ത് ഫോം ഓഫ് ലിറ്ററേച്ചറാണ്? രേഖാചിത്രമാണ്. അത് ഞാൻ ആ വീഡിയോസിൽ നിങ്ങൾ വീഡിയോസ് കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. രേഖാചിത്ര എന്താണെന്ന് എപ്പോഴും ഓർമ്മ വേണം. കിസി വ്യക്തി, വസ്തു, സ്ഥാൻ, ഘടന യാ ദൃശ്യ കാ ചിത്ര शब्दों से खींचते चले जाने को രേഖാചിത്ര യാ ശബ്ദചിത്ര കഹാ ജാത്ത ഹെ. ഏതെങ്കിലും വ്യക്തിയോ വസ്തുവോ സ്ഥലമോ അതിനെ വളരെ മനോഹരമായി വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്ന പോലെ വരയ്ക്കുന്നതിനെയാണ് രേഖാചിത്ര എന്ന് പറയുന്നത്. മഹാദേവി വർമ്മ വാസ് വെൽ നോൺ ഫോർ ഹർ രേഖാചിത്ര. വളരെ ഫ്യൂ റൈറ്റേഴ്സാണ് ഹിന്ദിയിൽ രേഖാചിത്ര എഴുതി സക്സസ്ഫുൾ ആയിട്ടുള്ളത്. അതിലൊന്ന് മഹാദേവി വർമ്മയാണ്. സോ ഇതൊരു മർമ്മസ്പർശി രേഖാചിത്രമാണ്. लेखिका अपने रेखा चित्रों के लिए काफ़ी प्रसिद्ध हैं और सोना हिरनी के द्वारा वे हिरणों के निश्चल प्रेम से हमें भी परिचित करवाती हैं. ഈ സോന ഹിർണി എന്ന ഈ ഒരു രേഖാചിത്ര അത് വായിക്കുമ്പം നമുക്കും ആ മാൻ എങ്ങനെയാണ് പെരുമാറുന്നത് നമുക്കത് പൊതുവേ അറിവില്ലാത്തൊരു കാര്യമാണ് അല്ലേ. നമ്മൾ നായയും പൂച്ചയൊക്കെ വളർത്തും, കോഴി, ആട്. പക്ഷേ ഈ ഹിരൺ എന്നുള്ളൊരു മൃഗം നമ്മളങ്ങനെ വളർത്താനുള്ള സാഹചര്യം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ രേഖാചിത്രം വായിക്കുമ്പം നമുക്ക് ആ ഒരു മൃഗത്തിൻ്റെ സ്വഭാവ വിശേഷതകളും മനസ്സിലാവും. पालने के बाद हिरण पशु न रहकर स्नेही संगी बन जाता है और मनुष्य के एकांत शून्य को भर देता है. उसे पालने के बाद ആ ഒരു മൃഗത്തിനെ നമ്മൾ വളർത്തിക്കഴിഞ്ഞാൽ അതൊരു മൃഗമായിട്ടിരിക്കുകയല്ലാതെ അതൊരു സ്നേഹി സംഗി, നമ്മുടെ ഒരു ഫ്രണ്ടായിട്ട് മാറും. यह सत्य इस रेखाचित्र के आस्वादन के बाद ज्ञात होता है. ആ ഒരു ട്രൂത്ത് നമുക്ക് ഈ രേഖാചിത്രം വായിച്ചു കഴിയുമ്പോഴാണ്, ഇത് ആസ്വദിച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത്. सोना का लेखिका के घर आ पहुंचने के पीछे एक दारुण कथा है. सोना की माँ को शिकारियों ने मार दिया था और वे उस मृत हिरनी के नवजात शिशु को कौतूहलवश अपने साथ ले जाते हैं. അപ്പോൾ സോന എങ്ങനെ മഹാദേവി വർമ്മയുടെ വീട്ടിൽ എത്തിപ്പറ്റി, അതിൻ്റെ പിന്നിലൊരു വളരെ ദാരുണമായൊരു കഥയുണ്ട്. സോനയുടെ അമ്മേനെ ശിക്കാരികൾ വീഴ്ത്തുകയായിരുന്നു, അമ്പെയ്ത് വീഴ്ത്തുകയായിരുന്നു ഒരു പക്ഷേ. എന്നിട്ട് ആ അമ്മയുടെ കൂടെ ആ സമയത്ത് നവജാത ശിശുവായിരുന്നു. സോന ആ സമയത്ത് വളരെ ചെറുതായിരുന്നു. അപ്പോൾ ആ ഒരു നവജാത ശിശുവിനെ കൗതൂഹൽവശ്, ഒരു കൗതുകം കൊണ്ട് ആ शिकारिകൾ കൂടെ കൂട്ടി അവരുടെ വീട്ടിലേക്ക്. लेकिन बाद में अपने को उसे पाल पाने में असमर्थ पाकर वे उसे लेखिका के पास ले आए और इस प्रकार सोना महादेवी के परिवार का एक अंग बन गई और वहीं उसका पालन पोषण हुआ. കൗതുകത്തിന് അവർ കൊണ്ടുപോയി, പക്ഷേ പിന്നീട് അവർക്ക് മനസ്സിലായി ഇതിനെ വളർത്തുന്ന അത്ര എളുപ്പമുള്ള കാര്യം അല്ലെന്ന്. അങ്ങനെയാണ് അവർ പിന്നെ മഹാദേവി വർമ്മയുടെ അടുത്ത് ഇത് കൊണ്ടാക്കിയത്. സബ് ഉസ്കെ सरल शिशु रूप और सुनहले रंग के रेशमी लघु शरीर से इतने प्रभावित हुए कि उसे सोना कहकर पुकारने लगे. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കുഞ്ഞ് മാൻപേടയെ വളരെ ഇഷ്ടപ്പെട്ടു. അത് ഗോൾഡൻ കളറായിരുന്നേ, ആ ഒരു സോഫ്റ്റ് രോമങ്ങളും സ്വർണ്ണ നിറത്തല്ലേ, അതുകൊണ്ടാണ് സോന എന്ന് പേരിട്ടത്. धीरे धीरे सोना का लेखिका से काफ़ी आत्मीयता हो गई. वह छात्रावास की लड़कियों से भी काफ़ी हिल मिल गई. उसे छोटे बच्चे अधिक प्रिय थे क्योंकि उनके साथ खेलने का अधिक अवकाश रहता था. മെല്ലെ മെല്ലെ സോനയും ലേഖികയായിട്ട് മഹാദേവി വർമ്മയായിട്ട് വളരെ ആത്മീയ ഒരു ബന്ധം ഉണ്ടായി. ഛാത്രാവാസ് കി ലड़कियों से भी काफ़ी हिल मिल गई. ഛാത്രാവാസ് എന്ന് പറയുമ്പോൾ ഹോസ്റ്റലിലെ പെൺകുട്ടികളായിട്ടും സോന വളരെ ഫ്രണ്ട്ലി ആയി. उसे छोटे बच्चे अधिक प्रिय थे क्योंकि उनके साथ खेलने का अधिक अवकाश रहता था. അവിടെ തന്നെ മഹാദേവി വർമ്മയ്ക്ക് അവിടെ തന്നെ ഒരു സ്കൂളും ഉണ്ടായിരുന്നു, ഗേൾസ് ഓൺലി. അന്നത്തെ കാലത്ത് ഇൻഡിപെൻഡൻസിന് മുമ്പ് പെൺകുട്ടികൾക്ക് മാത്രം ഒരു വിദ്യാലയം തുടങ്ങിയ ഒരു ലേഡിയാണ് മഹാദേവി വർമ്മ. ആ കുട്ടികളായിട്ട് ഈ സോനയ്ക്ക് വളരെ അധികം സ്നേഹവും അടുപ്പമായിരുന്നു. क्योंकि उनके साथ खेलने का अधिक अवकाश रहता था. सोना महादेवी जी की अन्य पालतू जानवरों से भी काफ़ी हिल मिल गई थी.
അതുപോലെ തന്നെ അവിടെ വേറെയും ഒരുപാട് വളർത്തുമൃഗങ്ങളുണ്ടായിരുന്നു മഹാദേവി വർമ്മയ്ക്ക്. അവരുമായിട്ടൊക്കെ സോന വളരെ ഫ്രണ്ട്ലി ആയി. यहाँ तक कि फ्लोरा नाम की कुतिया सोना के पास अपने नवजात पिल्लों को छोड़कर निश्चिंत भाव से बाहर घूम आती. ഫ്രണ്ട്ലി എന്ന് വെച്ചാൽ ആ ഒരു നായ ഫ്ലോറ എന്ന് പറഞ്ഞ് ആ ഒരു നായ പ്രസവിച്ച് കുട്ടികളെ, സാധാരണ നമുക്കറിയാം നായക്കൾ പ്രസവിച്ച് കഴിഞ്ഞ് കുഞ്ഞുങ്ങളുടെ അടുത്ത് ആരെയും അടുപ്പിക്കത്തില്ല. അവർ ഭയങ്കര ഫെറോഷ്യസ് ആവും. കാരണം അവർക്ക് പേടിയാണ് ആ കുഞ്ഞുങ്ങളെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമെന്ന്. പക്ഷേ സോന ആ കുഞ്ഞുങ്ങളുടെ അടുത്ത് പോയി കിടക്കുകയും ഫ്ലോറ ആ സമയത്ത് വെളിയിൽ ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരികയും ചെയ്യും. അത്രയ്ക്ക് ആത്മീയ ബന്ധം സോനയ്ക്ക് മറ്റു മൃഗങ്ങളോട് ഉണ്ടായിരുന്നു. वह अन्य जानवरों से इतनी हिल मिल गई कि कुत्ते बिल्ली उस पर उछलते कूदते, उसके कान खींचते, गिरते पड़ते और उसके पीछे दौड़ लगाते. മറ്റ് മൃഗങ്ങളായിട്ട് വളരെ ഫ്രണ്ട്ലി ആയി. എന്നുവെച്ചാൽ നായയും പൂച്ചയും എല്ലാം നമ്മൾ പൊതുവേ കാണുന്നത് പൂച്ചയും നായയെല്ലാം ഫെറോഷ്യസ് ആനിമൽസാണ് അല്ലേ, അല്പം അക്രമാസക്തമാവുന്നവരാണ്. പക്ഷേ പശുവും ആടുമൊക്കെ അല്പം മൈൽഡായിട്ടുള്ള ആനിമൽസാണ്. പക്ഷേ വയലൻ്റായിട്ട് പെരുമാറുന്ന നായയും പൂച്ചയും എല്ലാമായിട്ട് സോനയ്ക്ക് വളരെ കൂട്ടായിരുന്നു. महादेवी जी से तो उसे विशेष लगाव था. उनसे अपना प्यार जताने का उसका अपना अलग तरीका था. बाहर खड़े होने पर वह लेखिका के ऊपर से छलांग लगाती और इस बात की पूरी सावधानी बरतती कि उन्हें चोट न लगे. മഹാദേവി ജിയായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള രീതിയായിരുന്നു സോനയ്ക്ക്. അത് നമുക്ക് അത്ഭുതമായിട്ട് തോന്നും അല്ലേ. വെളിയിൽ നിൽക്കുമ്പം മുറ്റത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ മഹാദേവിയുടെ മുകളിൽ കൂടെ ചാടുമായിരുന്നു. അപ്പോൾ ആ ചാടുമ്പം കാലുകളെല്ലാം വളരെ കെയർഫുള്ളായിട്ടായിരുന്നു ചാടുന്നത്. ഒരു കാരണവശാലും മഹാദേവിക്ക് ഒരു പോറൽ പോലും ഏൽക്കാത്ത രീതി മുകളിൽ നിന്ന് ചാടുമായിരുന്നു. रात को उनके कमरे में ही रहती और भोजन के वक्त ठीक उनके समीप पहुंच जाती. और यदि कभी लेखिका उन पर क्रुद्ध भी होती तो अपनी चकित गोल गोल आँखों से विस्मय भरी दृष्टि उन पर डालती, मानो पूछ रही हो कि आखिर मुझसे खफा क्यों हो. ഭക്ഷണം കഴിക്കുന്ന സമയം, മഹാദേവി വർമ്മയുടെ ഭക്ഷണം കഴിക്കുന്ന സമയം എങ്ങനെയാണെന്നറിയില്ല, ഈ സോനയ്ക്കറിയാം. കറക്റ്റ് അവർ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അടുത്ത് വന്ന് ചേർന്ന് നിൽക്കും. അപ്പോൾ സ്നേഹത്തോടെ അവരെന്തെങ്കിലും കൊടുക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കാരണവശാലും നമ്മൾ വഴക്ക് പറയുകയാണെങ്കിൽ ആ ഉണ്ട കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ടേയിരിക്കും. അതല്ലാതെ ആ വഴക്ക് പറയുന്നതിനെ നമ്മളതിനെ ശകാരിക്കുകയാണ് എന്നതിന് മനസ്സിലാവില്ല. ഇപ്പം നമ്മൾ പൂച്ചയൊക്കെ ആണെങ്കിൽ നമ്മുടെ മൂഡ് മാറുന്നതനുസരിച്ച് നായക്കൊക്കെ മനസ്സിലാവും, അവർ പതുങ്ങി നിൽക്കും. പക്ഷേ ഈ മൃഗത്തിന് സ്നേഹം മാത്രമേ അറിയൂ. ദേഷ്യപ്പെടുന്ന ആ ഒരു വികാരം ഈ മൃഗത്തിന് അറിയില്ല. वर्ष भर का समय बीत जाने पर सोना हरिण शावक से हिरनी में परिवर्तित होने लगी. उसके मन में वन प्रदेशों में विचरने का मोह स्वाभाविक रूप से उठने लगा और शायद अन्य हिरणों से दोस्ती करने की इच्छा तीव्र होती गई. शैशव के साथियों और उनकी उछल कूद से अब उसका पहले जैसा मनोरंजन नहीं होता था. ഒരു വയസ്സൊക്കെ ആയപ്പം സോനയിൽ വളരെ പ്രകടമായ മാറ്റങ്ങൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും വന്നു തുടങ്ങി. ശാരീരികമായിട്ടുള്ള മാറ്റം, അതിൻ്റെ ശരീരം നല്ല ഒരു മുതിർന്ന ഒരു മാൻപേടയുടെ ഭംഗിയൊക്കെ അതിന് വന്നു തുടങ്ങി. മാനസികമായിട്ട് അതിൻ്റേതായ കാറ്റഗറിയിലുള്ള ആനിമൽസുമായിട്ട് എന്നുവെച്ചാൽ മൃഗങ്ങൾ എന്നുവെച്ചാൽ ആ ഒരു മാൻകൂട്ടത്തോട് തന്നെ കൂട്ടുകൂടാനുള്ളൊരാഗ്രഹം അതിന് മനസ്സിൽ വന്നു. അതിങ്ങനെ ദൂരേക്ക് നോക്കി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന പോലൊക്കെ തോന്നും. और शैशव के साथियों और उनके साथ उछल कूद से अब उसका पहले जैसा मनोरंजन नहीं होता. നായയും പൂച്ചയുടെ ഒക്കെ കൂടെ കളിച്ചുള്ള പണ്ടത്തെ ആ ഒരു സന്തോഷമൊന്നും ഇപ്പം അതിന് കാണാൻ ഇല്ലായിരുന്നു. महादेवी जी जब ग्रीष्मावकाश में बद्रीनाथ तीर्थ यात्रा के लिए गई तो सोना का सूनापन और बढ़ गया. छात्रावास भी बंद था और उधर कुछ खोजती सी वह प्रायः कॉम्पाउंड के बाहर निकल जाती. സമ്മർ ഹോളിഡേയ്സിന് മഹാദേവി ജി ബദ്രിനാഥിനൊരു ട്രിപ്പ് പോയി. ആ സമയത്ത് സോന വളരെ ലോൺലിയായി. ഹോസ്റ്റലും അടച്ചിരിക്കുകയായിരുന്നു, സമ്മർ വെക്കേഷനായിരുന്നു. അപ്പോൾ സോനയ്ക്ക് ആകെ അങ്ങ് ലോൺലിനെസ്സായി. खो जाने के भय से माली ने उसे रस्सी से बांध कर रखना शुरू किया और दुर्भाग्यवश एक दिन सोना बंधन की सीमा भूलकर बहुत ऊंचाई तक उछली और रस्सी के कारण मुख के बल धरती पर आ गिरी.
അപ്പോൾ കളഞ്ഞു പോവും. ഈ സോന അങ്ങ് കോമ്പൗണ്ടിൽ നിന്ന് വെളിയിലിറങ്ങി ഓടാൻ തുടങ്ങി. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, മാത്രമല്ല വെളിയിൽ ആരെങ്കിലും ഒക്കെ ഒരു മാനിനെ കണ്ടാൽ നാച്ചുറലി പിടിച്ചുകൊണ്ട് പോകും, ഇതിൻ്റെ മാംസം ഭക്ഷിക്കും, ഇതിൻ്റെ തോലെടുക്കും. അപ്പോൾ അത് പേടിച്ചിട്ട് ഇതിനെ ആ മാലി, ആ ഗാർഡനർ കയറിൽ കെട്ടിയിടാൻ തുടങ്ങി. പക്ഷേ സോനയ്ക്ക് അങ്ങനെ ഒരു ശീലമില്ല, കാരണം കെട്ടിയിട്ട് അല്ലേ അതിനെ വളർത്തിയത്. അപ്പോൾ ഒരിക്കൽ എന്ത് ചെയ്തു, ദുർഭാഗ്യവശ് അത് ചാടി, മുകളിലോട്ട് ചാടി. കയറിൻ്റെ ആ ഒരു കെട്ട് അതിന് ഓർമ്മ വന്നില്ല. അങ്ങനെ വന്ന് താഴെ വന്ന് വീണ് മരിക്കുകയാണുണ്ടായത്. और सोना का दारुण अंत हुआ. सोना के जीवन की करुण गाथा के बाद महादेवी जी का मन इतना विचलित हुआ कि उन्होंने निश्चय कर लिया था कि आइंदा हिरण नहीं पालेंगी. लेकिन सुस्मिता के विनयपूर्वक विनती किए जाने पर वे अपना निश्चय बदलने के लिए विवश हो जाती है. അത്രയും സ്നേഹത്തോടെ ആ മാൻപേടെ വളർത്തിയിട്ട് അവസാനം അതിൻ്റെ ആ ദാരുണമായ അന്ത്യം കണ്ട് മഹാദേവി വർമ്മ തീരുമാനിച്ചതാണ് ഇനി മേലാൽ ഈ ഹിരണിനെ വളർത്തത്തില്ല എന്ന്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സുസ്മിതയുടെ കത്ത് വരുന്നതും, ഒരു മാനുണ്ട്, അതിനെ ഒന്ന് സ്വീകരിക്കണം, അതിനെ വളർത്തണം എന്ന് അവരവരുടെ ആഗ്രഹം പറയുന്നതും. അപ്പോൾ മഹാദേവിക്ക് പിന്നെയും തൻ്റെ തീരുമാനം മാറ്റേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ അതാണ് സോന ഹിർണി. മൂവിങ് ഓൺ ടു ഷോർട്ട് ആൻസർ ടൈപ്പ് क्वेश्चन, 5 मार्क्स क्वेश्चन. सोना महादेवी के घर कैसे पहुंची? सोना की माँ को शिकारियों ने घायल कर मार दिया था और अपनी माँ के मृत शरीर से चिपके हिरण शावक को वे कौतूहलवश अपने घर उठा लाए. कुछ दिनों के लिए उसे अपने पास रखा, लेकिन बाद में उन्हें लगा कि इतने छोटे से मृग शावक की देखभाल करना उनके बस की बात नहीं. और तब उनके परिवार की एक बालिका को महादेवी जी की याद आई. वो जानती थी कि महादेवी जी को जीव जंतुओं से काफ़ी प्यार था और वे बड़ी चाव से उन्हें पालती भी हैं. अतः वह उस नन्ही सी मृग शावक को महादेवी के घर ले आई. इस प्रकार സോന മഹാദേവി കെ ഘർ പਹੁंची. ഇതിന് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല, വളരെ സിമ്പിളാണ്. എങ്ങനെ സോന ഇവിടെ എത്തിപ്പെട്ടു എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടതാണ്, നിങ്ങളും ചാപ്റ്റർ വായിച്ചതാണ്. नेक्स्ट क्वेश्चन, लेखिका के मन में सोना की अचानक स्मृति हो आने का कारण क्या है? എന്തുകൊണ്ട് ഇത് സോന മരിച്ചതിന് ശേഷം എഴുതിയ രേഖാചിത്രമാണ്, സ്മൃതി, ഒരു ഫ്ലാഷ് ബാക്കാണ്. ഒരു കത്ത് വന്നപ്പം ഈ ഒരു ഓർമ്മ വന്നു സോനയുടെ. അപ്പോൾ ലേഖിക के मन में सोना की अचानक स्मृति हो आने का कारण क्या है? लेखिका की एक परिचित डॉक्टर धीरेन्द्र नाथ बसु की पौत्री सुस्मिता द्वारा लिखे खत ने अचानक उनके मन में सोना की स्मृति जगा दी, क्योंकि उस खत में भी एक हिरण का जिक्र था. और सुस्मिता आग्रह प्रकट करती है कि लेखिका उस हिरण को स्वीकार करें, क्योंकि वो हिरण को एक ऐसे व्यक्ति के हाथों सौंपना चाहती थी जो उसकी भली भांति देखभाल करे. किसी दूसरे के यहाँ देने पर सुस्मिता के मन में शंका रहती कि कहीं उससे बुरा व्यवहार न किया जाए. അപ്പോൾ സുസ്മിതയ്ക്ക് അറിയായിരുന്നു മഹാദേവി വർമ്മജി വളരെ നല്ലപോലെ മൃഗങ്ങളെ വളരെ സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ നോക്കുമെന്ന്. അതുകൊണ്ടാണ് അവരുടെ കയ്യിലുള്ള ആ ഒരു ഹിരൺ ഷാവക്ക് മഹാദേവിജിയുടെ തന്നെ ഏൽപ്പിക്കാൻ അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ഒരു റിക്വസ്റ്റ് ലെറ്റർ വരുമ്പോഴാണ് മഹാദേവി വർമ്മയ്ക്ക് പണ്ട് താൻ വളർത്തിയ സോന ഹിർണി എന്ന ഒരു എപ്പിസോഡ് ഓർമ്മ വരുന്നത്. और लेखिका के मन में अचानक सोना की स्मृति जगा दी. नेक्स्ट क्वेश्चन, लेखिका और सोना की गहरी ആത്മീയത का परिचय दीजिए. ലേഖികയും സോനയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു നിഗൂഢത, ആ ഒരു ആത്മബന്ധത്തെ പറ്റിയാണ് വിവരിക്കേണ്ടത്. സോന अपनी शैशवावस्था में लेखिका के घर पहुंची थी. लेखिका ने उसे बड़े प्यार से खिलाया पिलाया और कुछ ही दिनों में उनके बीच एक गहरी आत्मीयता पनपने लगी. वह रात होते ही लेखिका की पलंग के पाए से सट कर बैठ जाती और सवेरा होने पर ही बाहर निकलती. लेखिका के भोजन का समय भी वह अच्छी तरह जानती थी और ठीक उसी समय अंदर आ जाती और तब तक उससे सटी खड़ी रहती जब तक उनका खाना समाप्त न हो जाता. बाहर खड़े होने पर वह सामने या पीछे से छलांग लगाती और उनके सिर के ऊपर से दूसरी ओर निकल जाती. അപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ഭക്ഷണ സമയത്ത് കൃത്യമായിട്ട് വരിക, വെളിയിൽ നിൽക്കുമ്പോൾ മോളിൽ നിന്ന് ചാടുക, അങ്ങ് വളരെ ക്ലോസ് ഒരു ആത്മബന്ധമായിരുന്നു.
वह यह ध्यान रखती कि उसके पैरों से लेखिका को चोट न पहुँचे। वह लेखिका की उस दृष्टि को पहचानती थी जिसमें उसके प्रति स्नेह झलकता था। इस प्रकार लेखिका और सोना के बीच गहरी आत्मीयता थी। नेक्स्ट इन सोना की मृत्यु कैसे हुई। ग्रीष्मावकाश में महादेवी जी का बद्रीनाथ जाना हुआ। पैदल जाने के निश्चय के कारण यात्रा में काफ़ी दिन लग गए। ലേഖിക के अभाव में സോന एकदम അകേലാപ്പൻ महसूस करती। ഇവർ ബദ്രിനാഥിൽ പോയി സമ്മർ വെക്കേഷനിൽ, അപ്പം ആ ഒരു പിൽഗ്രിമേജാണ്, ഒരു തീർത്ഥയാത്ര ആയത് കാരണം കുറച്ച് ദൂരം നടന്ന് പോകാനാണ് ഡിസൈഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെ വന്നപ്പം ഒരുപാട് ദിവസം എടുത്തു തിരിച്ചു വരാൻ. ആ സമയത്തെല്ലാം സോന വളരെ മൂടിയായിരുന്നു, ഒറ്റയ്ക്കായിപ്പോയി. अकेलापन महसूस करती। ऊपर से छात्रावास भी बंद था। सोना एकदम से अकेली पड़ गई। लेखिका के अभाव में वो इतनी अस्थिर हो गई कि इधर उधर कुछ खोजती सी वह प्रायः कॉम्पाउंड से बाहर निकल जाती. ആരെയോ തിരയുന്ന പോലെ അവൾ കോമ്പൗണ്ടിൽ നിന്ന് ഇറങ്ങി എപ്പോഴും ഓടുമായിരുന്നു. और खो जाने के डर से माली ने उसे एक लंबी रस्सी से बांधना आरंभ कर दिया. एक दिन सोना बंधन की सीमा भूलकर काफ़ी ऊंचाई तक उछली और रस्सी के कारण मुख के बल धरती पर आ गिरी और सोना का दारुण अंत हुआ. അപ്പോൾ ഒരിക്കൽ ഇങ്ങനെ കളഞ്ഞു പോകുമെന്നുള്ള പേടി കാരണം മാലി കെട്ടിയിടുകയും സോന ഉയരത്തിലേക്ക് ചാടുകയും ആ ഒരു കയറിൻ്റെ ഫോഴ്സിൽ, കെട്ടിയിരിക്കുന്ന കയറിൻ്റെ ഫോഴ്സിൽ താഴെ വന്ന് വീഴുകയും അങ്ങനെയാണ് ആ ദാരുണ അന്ത്യം ഉണ്ടായത്. नेक्स्ट क्वेश्चन, सोना का शारीरिक सौंदर्य का वर्णन कीजिए. शैशवावस्था में उसका लघु शरीर सुनहरे रंग के रेशमी लच्छों के गांठ के समान था. ശൈശവാവസ്ഥയിൽ ചെറുതായിരുന്നപ്പോൾ ഗോൾഡൻ കളറിലെ രോമമായിരുന്നു, നല്ല ഭംഗിയായിരുന്നു, സ്വർണ്ണ നിറമായിരുന്നേ. മുഖ एकदम छोटा सा और बड़ी बड़ी पानीदार आँखें, ചെറിയ മുഖവും കണ്ണ് വലിയ ഉണ്ട കണ്ണുകളും. वो भी पानीदार, എപ്പോഴും നല്ല वाटरी ആയിട്ടിരിക്കുന്ന ഐസ്. वर्ष भर का समय बीत जाने पर वह हरिण शावक से हरिणी में बदलने लगी और उसके शारीरिक सौंदर्य में वो परिवर्तन साफ झलकने लगा. ഒരു വയസ്സായപ്പോൾ തന്നെ അതിൻ്റെ ശരീരത്തിലെ മാറ്റങ്ങൾ വളരെ മനോഹരമായിട്ടാണ് അത് രേഖാചിത്രത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്, വളരെ മനോഹരമായിട്ടാണ്. उसके शरीर के पीताभ रोएं ताम्रवर्णी झलक देने लगी. टांगें अधिक सुडौल और खुरों के कालेपन में चमक आ गई. അപ്പോൾ ശരീരം അതിൻ്റെ ആ ഒരു മഞ്ഞ നിറം, ഒരു ഗോൾഡൻ കളറ്, പിന്നെ താമ്രവർണ്ണി ജലഗ്ദിനിലേക്ക് ഒരു ബ്രോൺസ്, കോപ്പർ ബ്രോൺസിൻ്റെ ഒരു കളറ്, നല്ല ഭംഗിയായിരുന്നു. ടാങ്കെ അധിക് സുഡോൾ, കാലൊക്കെ നല്ല ഉരുണ്ട്. ഓർ ഖുറോങ്കെ കാലേപ്പന്മേ ചമക്കാകൈ, ആ കാലിൻ്റെ താഴെ ഏറ്റവും താഴെയുള്ള ആ ഒരു നഖം ഉണ്ടല്ലോ അവരുടെ, അത് ആ ഒരു അത് നല്ല ആ ഖുറ്, ആ കാലിൻ്റെ ഫീറ്റിൻ്റെ അവിടുത്തെ ഉള്ള ആ ഒരു അത് നല്ല ഡാർക്ക് ബ്ലാക്ക് കളറായി. കാലേപ്പന്മേ ചമക്കാകൈ. और ग्रीवा अधिक बंकिम और लचीली हो गई. ഗ്രീവ, കഴുത്തിൻ്റെ ഭാഗം നല്ല ഹെവി ആയിട്ട്, നല്ല കാണാൻ നല്ല ഭംഗിയായിരുന്നു. पीठ में भराव वाला उतार चढ़ाव और स्निग्धता दिखाई देने लगी. പുറം അതുപോലെ നല്ല പൊക്കവും താക്കും, നല്ല കേർവ്സ്, ഒരു ഫുള്ളി ഗ്രോണപ്പ്, ഒരു ബ്യൂട്ടിഫുൾ ഒരു മാൻ പോലെയായി മാറി. आँखों के चारों ओर खींची कज्जल कोर में नीले गोलक जैसे दिखने लगे और दृष्टि ऐसे लगती थी मानो नीलम के बल्बों में उजली विद्युत का स्वरण हो. കണ്ണിൻ്റെ ചുറ്റും നല്ല കറുത്ത ആ ഒരു കൺമഷി വരച്ച പോലെ അതൊന്നുകൂടെ ഡാർക്കായി. എന്നിട്ട് ആ കണ്ണിൻ്റെ അകത്താണെങ്കിൽ ഒരു ബ്ലൂയിഷ് ടിഞ്ചുള്ള ബൾബ് കത്തുന്ന പോലെ, അത്രയ്ക്ക് മനോഹരമായിരുന്ന ആ ഒരു കാഴ്ച. सो मूविंग ऑन टू वेरी शॉर्ट आंसर टाइप क्वेश्चन. उसका मुख इतना छोटा सा था कि उसमें शीशी का निप्पल समाता ही नहीं था. प्रस्तुत प्रसंग में किसके मुख का वर्णन किया गया है? यह प्रसंग किस रचना से उद्धृत है? उसका मुख इतना छोटा सा था. അപ്പോൾ അത് ഈ പ്രസംഗ് മഹാദേവി വർമ്മയുടെ സോനാ ഹിർണി से उद्धृत है और മൃഗശാവക് സോന കെ മുഖ് കാ വർണ്ണൻ ഹെ. വളരെ ചെറിയ വായായിരുന്നു, അതിൻ്റെ അകത്ത് നിപ്പിൾ പോലും കേരളത്തിലായിരുന്നു. सोना हिरनी रेखा चित्र में और किन किन जीव जंतुओं का उल्लेख किया गया है? ബില്ലി, ഗോധൂലിയെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ഹേമന്തും വസന്തും പേരിലുള്ള 2 നായ്ക്കൾ, പിന്നെ ഒരു ബിച്ച് ഫ്ലോറ,
और उसके पिल्लों का उल्लेख रेखा चित्र में किया गया है. മഹാദേവി കിൻ കിൻ കെ സാത്ത് ബദ്രിനാഥ് യാത്ര ജാത്തി ഹെ. ആരുടെയൊക്കെ കൂടെയാണ് മഹാദേവി ബദ്രിനാഥ് യാത്രയിൽ പോയത്? അവരുടെ ഒരു ഹെൽപ്പായിട്ട് നിൽക്കുന്ന ഒരു ലേഡിയാണ് ഭക്തിൻ. പിന്നെ അവരുടെ വേലക്കാരൻ അനുരൂപ്. ഓർ പാൽത്തു ജാൻവറോ മേ ഫ്ലോറനെ കൊണ്ടുപോയിരുന്നു. ബദ്രിനാഥ് യാത്രയിൽ കൂടെ കൊണ്ടുപോയിരുന്നു. ഫ്ലോറ ഇവരില്ലാതെ ഒട്ടും ജീവിക്കില്ല എന്നുള്ളൊരു ടൈപ്പാണ്. അങ്ങനെ ഫ്ലോറയെ കൊണ്ടുപോയിരുന്നു. സോന ഛാത്രാവാസ് പहुंचकर क्या क्या करती. ഹോസ്റ്റലിലെത്തി സോന എന്തൊക്കെ ചെയ്യുമായിരുന്നു? സോന ഛാത്രാവാസ് പहुंचकर പ്രത്യേക കമറേ കാ ഭീതർ ബാഹർ നിരീക്ഷൺ करती. വാർഡൻ ഹോസ്റ്റൽ മുഴുവൻ ചെക്ക് ചെയ്യുന്ന പോലെ സോന എല്ലാ റൂമിലും കയറി ഇറങ്ങുമായിരുന്നു. ഛാത്രാएं सोना के माथे पर कुमकुम का बड़ा सा टीका लगाती. कोई गले में रिबन बांध देती और कोई पूजा के बताशे खिला देती. അപ്പോൾ ചിലർ കുങ്കുമം ഇട്ട് കൊടുക്കും, വലിയ പൊട്ടിട്ട് കൊടുക്കും, കഴുത്തിൽ റിബൺ ഇട്ട് കൊടുക്കും. അങ്ങനെ പെൺകുട്ടികൾക്ക് അതൊരു വലിയ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു സോനയുടെ ഈ വരവ്. शिकारियों के आहट से चौंक कर सोना की माँ भागी क्यों नहीं. അപ്പോൾ മറ്റ് മൃഗങ്ങളൊക്കെ ഓടിയപ്പം ഈ ശിക്കാരികളുടെ ഈ സൗണ്ട് കേട്ടിട്ട് സോനയുടെ അമ്മ എന്തുകൊണ്ട് ഓടിയില്ല? പ്രശാന്ത് വനസ്ഥലി മേ मृग समूह अलस भाव से रोमंथन कर रहे थे जब अचानक उन्हें शिकारियों की आहट सुनाई दी और वे चौंक कर भागे. വനസ്ഥലിയിൽ വനപ്രദേശത്ത് വളരെ അലസമായി ഈ മാൻകൂട്ടം പുല്ല് മെയ്യുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ശിക്കാരികളുടെ ആഹട്ട് കേട്ടത്, സൗണ്ട് കേട്ടത്. ഓർ വേ ചോങ്കർ ഭാഗെ, അവരെല്ലാവരും കൂട്ടത്തോടുകൂടി. ലേക്കിൻ സോന കി മാ സദ്യ പ്രസൂത ഹോനെ കെ കാരൻ ഭാഗ്നെ മേ അസമർത്ഥ് രഹി. സോനയുടെ അമ്മ ജസ്റ്റ് ഡെലിവറി കഴിഞ്ഞതേ ഉള്ളായിരുന്നു, അധികം നാളായില്ലായിരുന്നു സോനയെ പ്രസവിച്ചിട്ട്. അതുകൊണ്ട് വോ ഭാഗ്നെ മേ അസമർത്ഥ് രഹി. सद्यजात मृग शिशु को अपने शरीर की ओट से सुरक्षित रखने के प्रयास में उसने अपने प्राण दे दिए. മാത്രമല്ല ഈ സോനയും വളരെ ചെറുതായിരുന്നു, അതിനും ഓടാനൊക്കത്തില്ല. അപ്പോൾ അതിനെ വളരെ അപ്പോൾ ആ നവജാത ശിശു സോന അതിനെ സംരക്ഷിച്ച് ഇങ്ങനെ അവിടെ അങ്ങ് നിന്നുപോയി സോനയുടെ അമ്മ. അങ്ങനെയാണ് ശിക്കാരികൾ അതിനെ കൊന്നത്. ഓക്കെ, സോ സക്സസ്ഫുള്ളി നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും നോട്ട്സ് ഡിസ്കസ് ചെയ്ത് താമസിയാതെ നോട്ട്സ് മാത്രമായിട്ട് ഒരു ചെറിയ വീഡിയോ വോയിസ് ഓവർ ഇല്ലാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.